ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വാഗതം ചെയ്യുന്നു മറ്റൊരു എപ്പിസോഡ് ഉപ്പും ചരിത്രവും. ഇത് കേട്ടാൽ നിങ്ങൾ കേൾക്കുന്നവരോ ഉപ്പിനെന്ത് ചരിത്രമെന്ന്. ഭൂമിയിലുള്ള എല്ലാ വിഷയങ്ങളുടെ പിൻപിലും വ്യക്തമായൊരു ചരിത്രവും അതിന് തെളിവുമുണ്ട്. നമ്മളിന്ന് വർത്തമാനകാല ജീവിതത്തിലെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നതും പലതും എന്താണെന്നോ ഏത് കാലഘട്ടത്തിൽ നിന്ന് ആവിർഭവിച്ചുവെന്നോ ഇതിനൊക്കെ സംഭവങ്ങളുണ്ടോ ചരിത്രമുണ്ടെന്നൊന്നും സാധാരണക്കാരും നല്ല വിദ്യാഭ്യാസമുള്ളവരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. ഉപ്പിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ ഈ വിഷയം. ഭൂമിയിൽ ദൃശ്യമായതിന് യാഥാർത്ഥ്യത്തിന് എല്ലാത്തിനും ചരിത്രമുള്ള പോലെ ചരിത്രകാലം മുതൽ ചരിത്രകാലം, ചരിത്രാതീത കാലം, ലിഖിത രൂപത്തിൽ എഴുതപ്പെട്ടതാണ് ചരിത്രകാലമെങ്കിൽ അതിനു മുൻപ് എഴുതപ്പെടാത്ത കാലഘട്ടങ്ങൾ, തെളിവുകളില്ലാത്ത കാലമാണ് ചരിത്രാതീത കാലം. ചരിത്രാതീത കാലത്തെ സംഭവങ്ങൾ എന്തായിരുന്നു നമുക്ക് പറയാൻ ഊഹിക്കാനേ പറ്റുള്ളൂ. യാഥാർത്ഥ്യമില്ല, തെളിവില്ല. അതുകൊണ്ട് അത് വിടുകയാണ്. ചരിത്രകാലം മുതൽ തന്നെ മനുഷ്യൻ ഉപ്പ് ഉപയോഗിച്ച് തുടങ്ങിയിരിക്കാം. ഉപ്പ് രസമുള്ള വെള്ളം പറ്റിച്ചെടുത്താണ് അതിൻ്റെ ആരംഭം എന്നും നമുക്ക് ചിന്തിക്കാം. അല്ലാതെ ഇന്നത്തെ പോലെ ആധുനികമായി ശാസ്ത്രീയമായി വികസിപ്പിക്കാനൊന്നും കാരണമില്ല. വളരെ ദുർലഭവും വിലയേറിയതുമായിരുന്നു ഉപ്പ്. ഈ ഉപ്പ് ചരിത്രപരമായി പറയാൻ കാരണം അതുകൊണ്ടാണ്. അതുപോലെ മത്സ്യമാംസങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും എല്ലാ ജനതകളും തന്നെ ഉപ്പ് ഉപയോഗിച്ചിരുന്നു. ഈ ഇസ്രയേലുമായി ബന്ധപ്പെട്ടതിന് ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ യഹൂദ ചരിത്രത്തിലും അറബികളുടെ ചരിത്രത്തിൽ ഉപ്പിന് ഭയങ്കരമായ സ്ഥാനം, വലിയ സ്ഥാനം അവർ നൽകിയിരുന്നു. അതുകൊണ്ട് ബൈബിൾ ഒരു പറഞ്ഞിൽ തന്നെ ലവണ നിയമം, കവനന്റ് ഓഫ് സോൾട്ട്, ബെറീത്ത് മെല എന്നാണ് ഹെബ്രായ പദം. ബെറീത്ത് എന്ന വെച്ചാൽ ഉടമ്പടി, കവനന്റ്. മേല, മലയാളത്തിലെ മേലയല്ല, മെല എന്ന പദം. ബെറീത്ത് മെല എന്ന് വെച്ചാൽ ലവണ നിയമം. അതായത് ഉടമ്പടി, എഗ്രിമെന്റ് വെക്കുമ്പോൾ ഈ ഭക്ഷണക്രമത്തിൽ നമ്മളെ അതിഥിയായി കൊണ്ടുപോകുന്ന ഭവനത്തിൽ, അത് തമിഴ്നാട്ടിലും ഞാൻ കണ്ടിട്ടുണ്ട്, ആദ്യം നമുക്ക് വിളമ്പുന്നത് ഉപ്പായിരുന്നു. മുൻപ് പ്രായമുള്ളവർക്കറിയാം, കല്യാണ വിരുന്നിന് ചെല്ലുമ്പോൾ ആദ്യ ഇലയിൽ വിളമ്പുന്നത് ഉപ്പായിരിക്കും. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ അതൊരു സാംസ്കാരികമായ ഒരു ഭാഗമായിരുന്നു ഉപ്പ് ഭക്ഷണത്തിന് ആദ്യം കൊടുക്കുന്നത്. അത് ആ വ്യക്തിപരമായിട്ടുള്ള ഉഭയസമ്മതത്തിൻ്റെയും ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒക്കെ അടയാളമായിരുന്നു ഉപ്പ് കൊടുക്കുക. അപ്പോൾ ആദ്യം ഉപ്പ് കൊടുത്ത ലവണ നിയമം ബൈബിളിലുണ്ട്. അത് ഇസ്രയേലുമായിട്ടുള്ള. അറബികളും ഈ പറഞ്ഞ തമിഴ്നാട്ടുകാർ കൊടുത്തിരുന്നു. ലോകത്തിൽ ഏറ്റവും അധികം ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ USA-യും ചൈനയും പിന്നെ ഇന്ത്യ എന്നിവയാണ്. 148 ലക്ഷം ടണ്ണാണ് ഇന്ത്യയുടെ ഉപ്പിൻ്റെ വാർഷിക ഉൽപ്പാദനം. ഗുജറാത്ത്, രാജസ്ഥാൻ, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഉപ്പളങ്ങളും ഉപ്പ് ഖനികളും ഉണ്ട്. ഉപ്പളം എന്ന് പറയുന്നത് കടൽ വെള്ളം ഒരു തുറന്ന സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് അതിന് ചിറ പോലെ കെട്ടി അല്ലെങ്കിൽ കണ്ടത്തിൽ വരമ്പെടുക്കുന്ന പോലെ എടുത്ത് സൂര്യപ്രകാശത്തിൽ ഉണക്കിയെടുക്കുന്നതാണ് ഉപ്പളം, നാച്ചുറൽ ആയിട്ടുള്ള. എന്നാൽ യൂറോപ്പിലെ ചില രാജ്യങ്ങളിലൊക്കെ ഉപ്പിൻ്റെ ഖനിയുണ്ട്. സ്വർണ്ണഖനി, ഇരുമ്പ് ഖനി ഉള്ളതുപോലെ ഉപ്പ് ഖനിയുണ്ട്. അപ്പോൾ അതുമായിട്ടുള്ള ചരിത്രത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഉപ്പുമായി വലിയ ബന്ധമുണ്ട്. ഉപ്പിൻ്റെ നികുതി അമിതമായി ബ്രിട്ടീഷ് ഗവൺമെൻറ് വർദ്ധിച്ചപ്പോഴാണ് ഗാന്ധിജി, നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി, ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്. അമേരിക്കൻ സിവിൽ വാറിൻ്റെയും കാരണങ്ങളിൽ ഒന്ന് ഉപ്പായിരുന്നു എന്ന് മറക്കരുത്. ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പളം തെക്കേ അമേരിക്കയിലെ ബൊളീവിയയിലാണ്. ലാറ്റിൻ അമേരിക്കയിലെ ഒരു കൊച്ചു രാജ്യമാണ് ബൊളീവിയ. 27 ലക്ഷം ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്നു. എന്നാൽ ഏറ്റവും വലിയ ഉപ്പ് ഖനി കാനഡയിലാണ്. ലാറ്റിൻ ഭാഷയിൽ സാൽ എന്ന പദത്തിൽ നിന്നുമാണ് ഇംഗ്ലീഷിൽ സോൾട്ട് എന്ന പദം ഉണ്ടായത്. സാൽ എന്നതിന് സാലറി, ശമ്പളം. സാൽ എന്ന ലാറ്റിൻ പദം ഇംഗ്ലീഷിൽ സാലറിയായി അല്ലെങ്കിൽ ശമ്പളം എന്ന അർത്ഥമുള്ളതാണ് വന്നത്. റോമൻ, ബൈസന്റിയൻ, എബ്രായ ഭരണകൂടങ്ങളിലെ പടയാളികൾക്ക്, സൈനികർക്ക് ശമ്പളമായി അന്ന് ലഭ്യമായ പണം, ആ പണത്തോടൊപ്പം ഉപ്പം നൽകുന്ന പതിവുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു തൊഴിലെടുക്കുന്ന വ്യക്തിക്ക് സാലറി എന്ന പദം ആവിർഭവിച്ചത്. ഉപ്പ്, സാൾട്ട് എന്ന പദത്തിൽ. സോൾട്ട് ഇന്ന് ശമ്പളമല്ല, അങ്ങനെയൊന്നും കേൾക്കുന്ന ഒരു ചിരിക്കുമെങ്കിലും പൗരാണിക കാലത്തുമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് റോമൻ ഭരണത്തിലും എബ്രായ അല്ലെങ്കിൽ
ഇസ്രായേലിലെ ഭരണകൂടങ്ങളിലും അന്നുണ്ടായ രാജാക്കന്മാർ ശമ്പളമായി സൈനികർക്ക് കൊടുത്തുന്നതാണ് സാൾട്ട് അല്ലെങ്കിൽ സാലറി. ഉപ്പിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പട്ടണമുണ്ട്, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. ഓസ്ട്രിയയിലെ സാൽസ്ബർഗ് നഗരം, ലോകപ്രസിദ്ധനായ മൊസാട്ടിന്റെ ജന്മസ്ഥലമാണ് സാൾസ്ബുർഗ്. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരത്തിൽ അദ്ദേഹം അതിന് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ അവസരത്തിൽ എന്നെ ചരിത്രത്തിന്റെ വഴിത്താരയിലേക്ക് കൊണ്ടുപോയി, എന്നെയല്ല, എന്നെ പോലെ വായനാശീലമുള്ള ചരിത്രം അന്വേഷിക്കുന്ന ചരിത്ര കുതുകികൾക്ക് ഏറ്റവും നല്ല ഒരു ചാനലാണ്. ഫ്രീ ആയി വളരെ ലളിതമായ ഒരു സബ്സ്ക്രിപ്ഷനിലൂടെ, അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല, ചാനൽ കിട്ടുന്നതിൽ ഫ്രീ ചാനലിൽ എൻ്റെ കൊച്ചുമുറിയിൽ എൻ്റെ ടി വിയുടെ മുമ്പിൽ, അതെ, ലളിതമായി പറഞ്ഞാൽ സൗജന്യമായ നല്ല അറിവുകൾ നൽകിയ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് നല്ലൊരു ബിഗ് സല്യൂട്ട് നൽകുന്നു. താങ്കൾക്ക് ആയുസ്സും ആരോഗ്യം ദൈവം തുടർന്നും തരട്ടെ. നല്ല അറിവുകൾ, ആ അറിവുകൾ പലരും പല കാര്യങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. BBC-യിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അത് ബ്ലോഗ് യാത്രാ വിവരണങ്ങളാണെങ്കിലും ഇദ്ദേഹത്തിന്റെ പ്രത്യേകത പോകുന്ന സഞ്ചാരത്തിൽ ഓരോ സ്ഥാപനങ്ങളുടെയും അത് എന്ന് ആരംഭിച്ചു, ഇപ്പോഴെന്താണ്, അത് എന്തായിരുന്നു എന്നുള്ള പിൻപിലുള്ള ചരിത്രങ്ങളിലൂടെ ഒരു നല്ല വിദ്യാർത്ഥിക്ക് നല്ലൊരു ചരിത്ര അധ്യാപകനെ പോലെ അറിവ് പകർന്നു കഴിഞ്ഞ ദൃശ്യവും അദൃശ്യമായ വിവരങ്ങൾ നൽകി തന്ന സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് ഒരിക്കൽ കൂടെ അതെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഉപ്പിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു പട്ടണമാണ് യൂറോപ്പിലെ ഓസ്ട്രിയയിലെ സാൾസ്ബുർഗ് നഗരം. ഓർക്കണൽ വിശ്വപ്രസിദ്ധനായ മൊസാർട്ട് സംഗീതജ്ഞനായിരുന്ന അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ഉപ്പിന്റെയും സ്വർണത്തിന്റെയും ഖനികളാണ് ഈ പട്ടണത്തെ പ്രസിദ്ധമാക്കിയത്. മറ്റൊരു കാര്യം, ജർമ്മൻ ഭാഷയിൽ സാൾസ് എന്ന ഉപ്പെന്നാണ് അർത്ഥം. AD 8-ാം നൂറ്റാണ്ട് മുതലാണ് ഖനികൾ പ്രവർത്തിച്ചു തുടങ്ങി. പണ്ട് ഇറ്റലിയിലെ വെനീസുകാരും ജനോവ പട്ടണക്കാരും തമ്മിൽ ഉപ്പിന്റെ പേരിൽ കലഹങ്ങളും യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അത് എത്ര പേർക്കറിയാം? ഉപ്പിന്റെ പേരിൽ കലഹം ഉണ്ടാകുക. ആധുനിക കാലത്ത് പല കാരണത്തിൽ 50 പൈസയുടെ പേരിൽ കൊലപാതകം നടന്ന ചരിത്രം കേരളത്തിലുണ്ട്. വാക്ക് തർക്കങ്ങൾക്കും കലഹത്തിനും കൊലപാതകത്തിനൊന്നും പ്രത്യേകിച്ച് റീസൺ എന്തെങ്കിലും വേണ്ടെങ്കിലും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ഇറ്റലിയിൽ വെനീസ് പട്ടണക്കാരും ജനോവ പട്ടണക്കാരും തമ്മിൽ ഏറ്റുമുട്ടാനിടയായത് പ്രധാനം അന്ന് വളരെ ദുർലഭമായിരുന്ന വിലപിടിപ്പുള്ള ഉപ്പായിരുന്നു. ഉപ്പിന്റെ പേരിൽ ഇംഗ്ലീഷ് ഭാഷയിൽ കടന്നുകൂടിയ ചില പദങ്ങൾ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, പക്ഷെ ആരും അതൊന്നും അന്വേഷിച്ചു പോകാറില്ല. എന്താണോ മനുഷ്യനിങ്ങനെ ആധുനിക കാലത്ത് മനുഷ്യനെ എങ്ങനെയെങ്കിലുമൊക്കെ കുറെ സമ്പത്തുണ്ടാക്കുക, തിന്നുക, കുടിക്കുക, വളരുക എന്നല്ലാതെ മനുഷ്യ എന്ന നിലയിൽ ഈ ജനിച്ച ലോകത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ യാതൊരു താല്പര്യമില്ല. പ്രത്യേകിച്ച് യുവതലമുറ എന്തിനാണോ ഇങ്ങനെ ജീവിക്കുന്നതന്നെ അറിയുന്നില്ല. അധ്യാപകരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്ന കുറെ വായിച്ച് കാണാ പഠിച്ചൊക്കെ പഠിപ്പിക്കുന്നതിന് പകരമായി നിങ്ങളുടെ മുമ്പിലുള്ള വിദ്യാർത്ഥികളോട് പല പല കാരണങ്ങൾ ജനറലായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുക. എൻ്റെ അധ്യാപകരൊക്കെ അങ്ങനെയായിരുന്നു. ഈ സമയത്തിൽ എന്നെ പഠിപ്പിച്ച ഫിസിക്സ് പഠിപ്പിച്ചായിരുന്നു മേരി കൊച്ചാണ്ടി ടീച്ചർ. ആ ടീച്ചർക്ക് മാത്രമേ എൻ്റെ അറിവിൽ, പല സ്കൂളിൽ മാറി പഠിച്ചിട്ടുണ്ടെങ്കിലും പറയട്ടെ, ചെല്ലരും അവരെ ഞാൻ ഓർക്കുന്നു. നല്ല നല്ല അറിവുകൾ, പ്രത്യേകിച്ച് സെമിനാരിയിൽ ഇതുപോലെ എന്നെ പഠിപ്പിച്ച പല അധ്യാപകരും, പലരും മരിച്ചുപോയെങ്കിലും നല്ല അറിവുകൾ, വെറുതെ ബൈബിൾ മാത്രമല്ല പഠിപ്പിക്കുന്നത്, ചരിത്രബോധമുള്ള നല്ല അധ്യാപകർ, നല്ല എഴുത്തുകാരൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഉപ്പിന്റെ പേരിൽ നമ്മുടെ ഭാഷയിൽ കടന്നു വന്നാണ്. ഒന്ന് സാലറി എന്ന് നേരത്തെ പറഞ്ഞു, രണ്ട് സലാഡ്. അതും ഈ റോമൻ ഭരണകൂടത്തിൽ അവർ യുദ്ധത്തിനും മറ്റ് രാജ്യങ്ങളെ പിടിച്ചെടുക്കാൻ പോകുന്ന യാത്രയിൽ അന്ന് ഭക്ഷണം കൃത്യമായി ഉണ്ടാക്കി കൊടുക്കാൻ, വേവിച്ചൊക്കെയുള്ള നമ്മൾ കഴിക്കുന്ന രീതിയല്ല യൂറോപ്യന്മാരുടെ, എങ്കിലും യുദ്ധക്കളത്തിൽ ടെന്റിൽ ഉണ്ടാക്കുന്ന അത്യാവശ്യ ഭക്ഷണത്തിന് ഈ ഉപ്പ് ചേർത്ത് ഇലകൾ ചേർന്നും, പ്രത്യേകിച്ച് കാവേജിന്റെ പോലുള്ള ഇലകളൊക്കെ ചേർന്ന് ഉപ്പ് ചേർത്ത് പ്രത്യേക രീതിയിൽ മാംസത്തിന്റെ കൂടെ നൽകുന്നതായിരുന്നു സലാഡ്. അങ്ങനെയാണ് സലാഡ് എന്ന പേരിൽ. സാലറി, ഉപ്പിൽ നിന്ന് സാലറി വന്നതുപോലെ ഉപ്പും പച്ചിലക്കറികളും, പച്ചില കറിയേക്കാതെ പച്ചക്കറികളായി അരിഞ്ഞു കൊടുക്കുന്ന ചേർത്താണ് സലാഡ് വന്നത്. അന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും സലാഡുണ്ട്. സലാഡിൻ്റെ അകത്ത് തൈരൊഴിച്ച് കഴിക്കുന്ന ഒരു വർഗം നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ. യൂറോപ്പിലെ രാജ്യങ്ങളിലും തുർക്കി റെസ്റ്റോറൻറ്റിൽ പോയാൽ തൈരിന് പകരം അവർ ഒലിവെണ്ണ ഒഴിച്ചാണ് നമുക്ക് തരുന്നത്.